ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ ബിസി ബാബു. അപ്പം നമ്മളിത് ഇന്ന് വന്നിട്ടുള്ളത് LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ സിലബസ് പ്രകാരം MS വേർഡിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. MS വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നല്ല രീതിയിൽ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട്സ് അറിഞ്ഞിരുന്നാൽ എന്താ എക്സാമിനും ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് റിയൽ ലൈഫിലും ഇതായിരിക്കും. എന്തുകൊണ്ടാണ് നമുക്കൊക്കെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണ്, സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് കേട്ടിരിക്കുക മാത്രം പോരാ, എന്താ ചെയ്ത് നോക്കി പഠിക്കുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ആദ്യ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺസ് ടാസ്ക് മാനേജർ ഡയറക്ട്ലി. അതായത് ടാസ്ക് മാനേജർ ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള മേഖലയാണ്. Ctrl+Alt+Delete പ്രസ് ചെയ്താൽ ടാസ്ക് മാനേജർ ഓപ്പൺ ആവില്ലേന്ന്. ടാസ്ക് മാനേജർ ഓപ്പൺ ആകും. എന്ത് വഴിയായിരിക്കും? ഒരു വിൻഡോ സെക്യൂരിറ്റി ആയിരിക്കും അവിടെ ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, ഒരു വിൻഡോ സെക്യൂരിറ്റി ഓപ്പൺ ആയി വരും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടാസ്ക് മാനേജർ നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് Ctrl+Alt+Delete പ്രസ് ചെയ്താൽ ഒരു വിൻഡോസ് സ്ക്രീൻ ഓപ്പൺ ആകും. അതുവഴി അതിലുള്ള ഒരു ഓപ്ഷൻ ആണ് ടാസ്ക് മാനേജർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതുവഴിയും നമുക്ക് ടാസ്ക് മാനേജർ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഏതാ? ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഓക്കെ, നമുക്ക് നോക്കിക്കേ, അടുത്ത ഓപ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? Ctrl+Shift+Escape. അതായത് ടാസ്ക് മാനേജർ ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതാണ്? Ctrl+Shift+Escape ആയിരിക്കും. ഇപ്പം നമ്മുടെ ഹാങ് ആയിരിക്കുന്ന ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ റാമിൻ്റെയോ CPU പ്രോഗ്രാംസ് കാണാൻ വേണ്ടിയിട്ടോ ആപ്ലിക്കേഷൻസ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? Ctrl+Shift+Escape ആയിരിക്കും. നമ്മുടെ ടാസ്ക് മാനേജർ ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് എന്താ പറഞ്ഞിട്ടത്? Alt+F4 ആണ്. ഓക്കെ, Alt+F4 എങ്ങനെ യൂസ് ചെയ്യുന്നത്? കറന്റ് ആക്റ്റീവ് ആയിരിക്കുന്ന വിൻഡോസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് Alt+F4 എന്ന് പറയുന്നത്. ഓക്കെ, കറന്റ് ആക്റ്റീവ് ആയിരിക്കുന്ന വിൻഡോസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് Alt+F4 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. Win+Escape എന്താ? മാഗ്നിഫയർ ആയിരിക്കുന്ന വിൻഡോസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് Win+Escape എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഡയറക്ട്ലി ഓപ്പൺ ചെയ്യുന്നത് ടാസ്ക് മാനേജർ ഡയറക്ട്ലി ഓപ്പൺ ചെയ്യുന്നത് ഏത് ഷോർട്ട് കട്ടാണെന്ന് ചോദിച്ചാൽ ഏതാണ്? Ctrl+Shift+Escape ആയിരുന്നു. പക്ഷെ അതല്ലാണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു മെത്തേഡാണ് Ctrl+Alt+Delete എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കണം, ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നതിൽ ആൻസർ മാത്രം പഠിക്കരുത്. തന്നിട്ടുള്ള ഓപ്ഷനിൽ എന്തുകൊണ്ടാണ് അത് റോങ് ആയതെന്നും കൂടെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസർ ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഇത് വെറുതെ കേട്ടു പോവരുത്, ചേര് നോക്കി തന്നെ പഠിക്കണം. ഓക്കെ, നിങ്ങൾ ചേര് നോക്കി തന്നെ പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പഠിക്കുവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വേർഷൻ നോക്കിക്കേ. നമ്മൾ പറഞ്ഞു ഓൾറെഡി Alt+F4 എന്ന് ചോദിച്ചിരിക്കുന്നത് ആക്റ്റീവ് ആയിരിക്കുന്ന വിൻഡോസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസോ ക്ലോസ് ചെയ്യാനായിരിക്കും, മാഗ്നിഫയറിനെ എക്സിറ്റ് ചെയ്യാനായിരിക്കും Win+Escape എന്ന് പറയുന്നത് അല്ലേ. ഒരു ചോദ്യത്തിൽ നിന്ന് 4 തരത്തിലുള്ള ഉത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺസ് ഇത് സെക്യൂരിറ്റി ഓപ്ഷൻ സ്ക്രീൻ. സെക്യൂരിറ്റി ഓപ്ഷൻ സ്ക്രീനിലുള്ള ലോക്കും സൈൻ ഔട്ടും ടാസ്ക് മാനേജറും തുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഒരു ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ എന്താ തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം എന്തുകൊണ്ട് റോങ് ആയെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യത്തിലുള്ള ഉത്തരം തന്നെ ഇതിലുണ്ട്. ഏതായിരിക്കും ആൻസർ? ഒന്ന് കമന്റ് ചെയ്തേ. ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ? അതല്ലേ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ Ctrl+Alt+Delete ആണ്. Ctrl+Alt+Delete പ്രസ് ചെയ്യുമ്പോൾ എന്താ സാധിക്കുന്നത്? നമ്മുടെ ഒരു സെക്യൂരിറ്റി വിൻഡോ സെക്യൂരിറ്റി അവിടെ ഓപ്പൺ ആകും അല്ലേ. ഒരു വിൻഡോ സെക്യൂരിറ്റി ഓപ്പൺ ആകും. അതിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ലോക്ക് ഉണ്ടായിരിക്കും, സൈൻ ഔട്ട് ഉണ്ടായിരിക്കും. അതിലുള്ള ഒന്ന് തന്നെയാണ് ടാസ്ക് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലുള്ള ഒന്നാണ് ടാസ്ക് മാനേജർ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും? Ctrl+Alt+Delete ആയിരിക്കും. ഓക്കെ, Ctrl+Alt+Delete ആയിരിക്കും. Ctrl+Shift+Escape എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടാസ്ക് മാനേജർ ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് Ctrl+Shift+Escape എന്ന് പറയുന്നത്. Ctrl+Alt+Delete എന്തിനാ? നമ്മുടെ വിൻഡോ സെക്യൂരിറ്റി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്
കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് ഡിലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് വിൻ പ്ലസ് എൽ എന്ന ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് വിൻ പ്ലസ് എൽ എന്ന് പറയുന്നത്. ഓക്കെ, വിൻ പ്ലസ് എൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് വിൻ പ്ലസ് എൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കണ്ടല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പം എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലൊക്കെ നോക്കിക്കേ. കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സെക്യൂരിറ്റി ഓപ്ഷൻസ് ഉണ്ട്, വിൻഡോ സെക്യൂരിറ്റീസ് ഉണ്ട്, സെക്യൂരിറ്റി സ്ക്രീൻ ഓപ്പൺ ആവും, സെക്യൂരിറ്റി ഓപ്പറേഷൻ സ്ക്രീൻ ആയിരിക്കും അവിടെ ഓപ്പൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന് ആൻസർ പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് കീ ലോക്സ് ദ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? വിൻ പ്ലസ് ഡി ഉണ്ട്, വിൻ പ്ലസ് എൽ ഉണ്ട്, കൺട്രോൾ പ്ലസ് എൽ ഉണ്ട്, ഓൾട്ട് പ്ലസ് എൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ കിടക്കുന്ന ഏതാണ്? വിൻ പ്ലസ് ഡി ആണല്ലേ. വിൻ പ്ലസ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡെസ്ക്ടോപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് വിൻ പ്ലസ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കിടക്കുന്നത് വിൻ പ്ലസ് എൽ ആണ്. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു അല്ലേ? ഒരു കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതാണ്? വിൻ പ്ലസ് എൽ ആണ്. കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതാണ്? വിൻ പ്ലസ് എൽ ആണ്. ഓക്കെ അല്ലേ? നോക്കിക്കേ, ഇതിന്റെ ഡീറ്റെയിൽ ഭാഗം നമ്മൾ പറഞ്ഞു. വിൻ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഒരു ഡെസ്ക്ടോപ്പിനെ ഷോ ചെയ്യാനും അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വെക്കുകയെന്ന് കരുതുക. അതിനെ നമുക്ക് മിനിമൈസ് ചെയ്യുന്ന പോലെ കാണിക്കണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഷോർട്ട് കട്ട് മെത്തേഡ് ഏതാണ്? വിൻ പ്ലസ് ഡി പ്രസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കറിയാം കഴ്സർ പ്രസ് ചെയ്ത് വേണമെങ്കിൽ മിനിമൈസ് ചെയ്യാമല്ലോ. നമുക്ക് ഇപ്പം നമ്മുടെ മൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? വിൻ പ്ലസ് ഡി യൂസ് ചെയ്താൽ മതി. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാനോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാനോ, ഡെസ്ക്ടോപ്പിനെ കാണാനോ ഹൈഡ് ചെയ്ത് വെക്കാനോ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് വിൻ പ്ലസ് ഡി എന്ന് പറയുന്നത്. അടുത്തത് വിൻ പ്ലസ് എൽ ആണ്. കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. കൺട്രോൾ പ്ലസ് എൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു വെബ് ബ്രൗസറിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കൺട്രോൾ പ്ലസ് എൽ എന്ന് പറയുന്നത്. ഒരു വെബ് ബ്രൗസറിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് കൺട്രോൾ പ്ലസ് എൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ 3 കാര്യങ്ങളും പഠിച്ചിരിക്കണം, കൂടാതെ തന്നെ അതിൻ്റെ ആൻസറും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് കീ റീസ്റ്റോർ ദ മിനിമൈസ്ഡ് വിൻഡോസ് ആഫ്റ്റർ യൂസിങ് ദ വിൻ പ്ലസ് എം? അതായത് വിൻ പ്ലസ് എം യൂസ് ചെയ്തുകൊണ്ട് മിനിമൈസ് ചെയ്ത വിൻഡോസിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കിടക്കുന്ന ഏതാണ്? വിൻ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം ആണ് അല്ലേ? വിൻ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വിൻ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം ആയിരിക്കും. അതായത് വിൻ പ്ലസ് എം യൂസ് ചെയ്തുകൊണ്ട് മിനിമൈസ് ചെയ്ത വിൻഡോസിനെ അതിനെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും? വിൻ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം ആയിരിക്കും. ഓർത്തിരിക്കുക, ഈ 2 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കണം. മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യും? വിൻ പ്ലസ് എം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഏതായിരിക്കും? വിൻ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മറന്നു പോയില്ലല്ലോ. ഇത് രണ്ടും നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എയും ഡിയും. ഓക്കെ, നോക്കിക്കേ, വിൻ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം എന്തിനാ യൂസ് ചെയ്യുന്നത്? റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. വിൻ പ്ലസ് എം എന്തിനാ യൂസ് ചെയ്യുന്നത്? വിൻഡോസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരിക്കും. ഓക്കെ, പഠിച്ചല്ലോ, മറക്കില്ലല്ലോ. ഇത് വെറുതെ കേട്ടിരിക്കുകയോ പറഞ്ഞു പോവുകയോ ചെയ്യരുത്, ചെയ്ത് നോക്കി തന്നെ പഠിക്കണം. ഓക്കെ, ചെയ്ത് നോക്കി തന്നെ പഠിച്ചു പോവുക. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ? വിച്ച് ഷോർട്ട് കട്ട് കീ സ്വിച്ച് ബിറ്റ്വീൻ ഓപ്പൺ ആപ്ലിക്കേഷൻസ്? അതായത് ഓപ്പൺ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 4 ഓപ്ഷൻസിനുള്ള ഉത്തരങ്ങളും പഠിച്ചു പോകണം. ഓക്കെ, ഫസ്റ്റ് വൺ കിടക്കുന്ന ഏതാണ്? ഓൾട്ട് പ്ലസ് ടാബ് ആണ്. അതായത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഓൾട്ട് പ്ലസ് ടാബ് ആണ്. അതായത് സ്വിച്ച് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് തമ്മിൽ, അതായത് നമ്മുടെ ഓപ്പൺ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു MS വേർഡ് ഓപ്പൺ ആക്കി, അതുപോലെ ക്രോം ഓപ്പൺ ആക്കി, എക്സൽ ഓപ്പൺ ആക്കി. ഓക്കെ, ഞാൻ MS വേർഡ് ഓപ്പൺ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ക്രോമിലേക്ക് പോയി. എന്നിട്ട് ഞാൻ എന്താ ഓൾട്ട് പ്ലസ് ടാബ് പ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? ആ തിരിച്ചു പോയി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആപ്ലിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു പോകും. ഓക്കെ, അതായത് പ്രീവിയസ് ആയിരിക്കുന്ന ആപ്ലിക്കേഷനുകളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഓൾട്ട് പ്ലസ് ടാബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് എന്നാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ആയിരിക്കുന്ന ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു പോകാനായിരിക്കും ഓൾട്ട് പ്ലസ് ടാബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കൺട്രോൾ പ്ലസ് ടാബ് എന്തിനു യൂസ് ചെയ്തത്? സെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്.
ഓക്കെ, ഇത് പ്രീവിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ടാബ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് കൺട്രോൾ പ്ലസ് ടാബ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് വിച്ച് ഷോർട്ട് കട്ട് കീ സ്വിച്ച് ബിറ്റ്വീൻ ഓപ്പൺ ആപ്ലിക്കേഷൻസ്, ഓപ്പൺ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഓൾട്ട് പ്ലസ് ടാബ് ആയിരിക്കും. തിരിച്ച് ചോദ്യം വേറെ രീതി വരാൻ സാധ്യതയുണ്ട്. സെയിം ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? കൺട്രോൾ പ്ലസ് ടാബ് ആയിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കണേ. കൺട്രോൾ പ്ലസ് ടാബ് ആയിരിക്കും. അടുത്തത് വിൻ പ്ലസ് ടാബ് ആണ്. ഷിഫ്റ്റ് പ്ലസ് ടാബും എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. വിൻ പ്ലസ് ടാബും ഷിഫ്റ്റ് പ്ലസ് ടാബും എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓപ്പൺ ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് വിൻ പ്ലസ് ടാബ് എന്ന് പറഞ്ഞാൽ. ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രീവിയസ് ഫീൽഡിലോട്ടോ ഐറ്റത്തിലോട്ടോ പോകാൻ വേണ്ടിയിട്ട്, ആപ്ലിക്കേഷനിലേക്കല്ല, പ്രീവിയസ് ആയിരിക്കുന്ന ഐറ്റത്തിലേക്കോ അല്ലെങ്കിൽ ടേമിലേക്കോ പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ കൂടി ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് നോക്കി തന്നെ പഠിക്കണം. ഓക്കെ, ഓൾട്ട് പ്ലസ് ടാബ് എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രീവിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. കൺട്രോൾ പ്ലസ് ടാബ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓൾറെഡി ഉള്ള ഐറ്റത്തിലേക്ക് അല്ലെ മൂവ് ചെയ്യാൻ വേണ്ടി, പ്രീവിയസ് ആയിട്ടുള്ള ഐറ്റത്തിലേക്കോ അല്ലെങ്കിൽ ഫീൽഡിലേക്കോ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കൃത്യമല്ലേ? പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺസ് ടാസ്ക് വ്യൂ, അതായത് ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. നമ്മൾ ഓൾറെഡി ഒരു നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കണ്ടിരുന്നു. ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ടാബ് എന്ന് ഉദ്ദേശിക്കുന്നത്? വിൻ പ്ലസ് ടാബ് ആയിരിക്കും. ഓക്കെ, വിൻ പ്ലസ് ടാബ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും? വിൻ പ്ലസ് ടാബ് ആയിരിക്കും. ഓക്കെ, വിൻ പ്ലസ് ടാബ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി 3 ഓപ്ഷൻസും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൾട്ട് പ്ലസ് ടാബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൾറെഡി സേവ് ആയിരിക്കുന്ന, അതായത് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അല്ലേ, നമ്മൾ പഠിച്ചു. ഓപ്പൺ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഓൾട്ട് പ്ലസ് ടാബ് എന്ന് പറഞ്ഞാൽ. കൺട്രോൾ പ്ലസ് ടാബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഓക്കെ, സെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡാണ് കൺട്രോൾ പ്ലസ് ടാബ്. ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രീവിയസ് ആയിട്ടുള്ള ഫീൽഡിലേട്ടോ ഐറ്റത്തിലേക്കോ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? വിൻ പ്ലസ് ടാബ് ആയിരിക്കും. ഓക്കെ, വിൻ പ്ലസ് ടാബ് ആയിരിക്കും ഒരു ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺസ് ഇത് മാഗ്നിഫയർ. അത് മാഗ്നിഫയർ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു സൂം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഓൾറെഡി നമ്മളൊരു ഫയൽസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ വേണ്ടിയിട്ട് അത് സൂം ചെയ്യുന്ന രീതിയിൽ വരണമെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി? നമുക്ക് വിൻ പ്ലസ് യൂസ് ചെയ്താൽ മതി അല്ലേ. വിൻ പ്ലസ് പ്രസ് ചെയ്തിട്ട് പ്ലസ് യൂസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് പറ്റും? സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഓപ്പൺ ആയി കിട്ടും അല്ലേ. അതായത് വിൻ പ്ലസ് യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓപ്പൺ മാഗ്നിഫയർ ആൻഡ് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എന്ത് പറഞ്ഞാൽ വിൻ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ 2 ഓപ്ഷൻസും നമുക്ക് ഉപകാരപ്രദമുള്ളതല്ല. ലാസ്റ്റ് വൺ കിടക്കുന്ന ഏതായിരുന്നു? മിനിമൈസ് ചെയ്യാനായിരുന്നു അല്ലേ. മറക്കില്ലല്ലോ. വിൻ പ്ലസ് എം എന്തിനായിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്? മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിൻ പ്ലസ് എം യൂസ് ചെയ്തത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ബാക്കിലോട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ഷോർട്ട് കട്ട് മെത്തേഡ്സും മറന്നു പോകരുത്. മറന്നു പോകാതിരിക്കാൻ എന്താ? ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്. ചെയ്ത് നോക്കി തന്നെ പഠിക്കണം. ഓക്കെ, ചെയ്ത് നോക്കി തന്നെ പഠിക്കുക. അങ്ങനെ മാത്രമേ നമുക്കിത് ചെയ്ത് നോക്കി പഠിച്ചാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അത് മാത്രമേ നമുക്കിത് മറക്കാതിരിക്കത്തുള്ളൂ. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കാവുന്നതല്ലേ. ഇപ്പോൾ ഒരു എക്സാമിന് നമുക്കിത് പഠിച്ചു പോകാതെ നമുക്ക് ലൈഫിൽ നമുക്കൊരു ലാപ്ടോപ്പോ സിസ്റ്റംസോ യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് തന്നെയല്ലേ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ പഠിച്ചു. വിൻ പ്ലസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നിഫയറോ അല്ലെങ്കിൽ സൂമോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് അതായിരിക്കും വിൻ പ്ലസ് ആയിരിക്കും. ഓക്കെ അല്ലേ? നോക്കിക്കേ, നമ്മുടെ ആൻസർ നോക്കിക്കേ. വിൻ പ്ലസ് എം എന്നാണ് യൂസ് ചെയ്യുന്നത്? മിനിമൈസ് ചെയ്യാനായിരിക്കും. വിൻഡോസ് എല്ലാം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വിൻ പ്ലസ് എം യൂസ് ചെയ്യുന്നത്. വിൻ പ്ലസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നിഫയറോ അല്ലെങ്കിൽ സൂമോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വിൻ പ്ലസ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി, നമ്മൾ MS വേർഡിൽ നിന്നും എച്ചിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കുറേ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചു പോയി. ഇത് വെറുതെ പഠിക്കരുത്. ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ ആൻസർ മാത്രം പഠിക്കാണ്ട് ബാക്കിയുള്ളവ എന്തുകൊണ്ട് റോങ് ആയി, അതിൻ്റെ ഉപകാരം എന്താണ്, നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൃത്യമായി പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് സിമിലർ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത് എക്സാമിന് വേണ്ടി മാത്രമായിരിക്കില്ല പഠിക്കേണ്ടത്, നമുക്കിത് റിയൽ ലൈഫിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്കോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് തന്നെയാണത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ LD ടൈപ്പിസ്റ്റിൻ്റെ പുതിയ ബാച്ച് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട്? നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി എക്സാമുകളുണ്ട്, അതുപോലെ നിങ്ങൾക്ക് മെൻറ്റർ ക്ലാസ്സുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ CCD ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Bye friends.